والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. ബ്രിട്ടീഷുകാരുടെ നാളുകൾക്കിടെ അവസാന കാലഘട്ട ഭാരത സ്വാതന്ത്ര്യ പടഞ്ഞതായ ആ ഒരു സന്നിവേശത്തിൽ അന്ന് ധാർമ്മികമായ ശിക്ഷണങ്ങൾ ദീനിന്റെ പഠിപ്പുകൾ കിട്ടിക്കൊണ്ടിരുന്നത് സ്കൂളിലെ ഒത്തുവയ്ക്കിട്ട് ദീനിയായ നോളജുകൾ സമുദായത്തിൽ കിട്ടിക്കൊണ്ടിരുന്നു. അതേ സമയത്തിൽ ബ്രിട്ടീഷുമാരുടെ പലായന പരസ്പര ധർമ്മധർമ്മത്തിൽ കച്ചാട്ടമുണ്ടാക്കുകയും അന്ന് ജീവിച്ചിരുന്നത്തെ മുസ്ലിമീന ധാർമ്മിക ശിക്ഷണത്തിൽ നിന്നിട്ട് വഞ്ചിതമായിട്ട് പോകാത്ത ഒരു സന്നിവേശത്തിൽ ദീന്റെ മണവും ഗുണവും ഇല്ലാണ്ട് ഞങ്ങളുടെ സമുദായത്തൊട്ടു അതുപോലെ കൾച്ചറും നമ്മുടെ സംസ്കൃതിയുമെല്ലാം അതിക്ക് ഒന്നിക്ക് പോകേണ്ട ഒരു സന്നിവേശത്തിൽ ഒരു ഇരിയോ വയസ്സുള്ളത്തെ ഒരു ബാലക്കാര ഇരിയോ വയസ്സുള്ളത്തെ ഒരു ആലിം അന്ന് ചിന്തിക്കുകയും ഏകദേശ 1950 ഇസവികളിലാണ് നാം ചെന്നോട്ട് വന്നത്. അന്ന് ആ ബാലക്കാർ ആലിമായ ആ ചെറിയ മീശയും തെല്ല് താഴി വന്നത്തെ ആ ബാലക്കാർ ആലിം ചിന്തിക്കുകയും ഇതുപോലെ മുൻതുവരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതീയ മുസ്ലിമായ അവസ്ഥ, ഭാരതത്തെ മുസ്ലിം സമുദായത്തെ അവസ്ഥ അധോഗതിയെത്ത് ദീന്റെ പഠിപ്പില്ലാണ്ട് മുസ്ലിമീങ്ങ അള്ളാഹുടെയും റസൂലിനെയും മറക്കുന്നതായ ഒരു പരിസ്ഥിതി സംജാതമാവുന്നു. ഈ ഒരു സന്ദിഗ്ധ പരിസ്ഥിതിയിൽ മുസ്ലിം ശിക്ഷണത്തിന് വേണമായിട്ട് മുസ്ലിമീങ്ങളെ പഠിക്കുക വേണമായിട്ട് പുതിയ ഒരു മാർഗത്തെ കണ്ടുപിടിക്കണം. പുതിയ ഒരു ആലോചനകൾ മുതൽ പറഞ്ഞു ചെന്നിട്ടുള്ള വലിയ ഒരു കോൺസെപ്റ്റുമായിട്ട് ആ ബാലക്കാര അന്ന് അൽഭയാൻ ചെന്നിട്ട് കേരളത്തിൽ ഇറങ്ങുന്നതായ ഒരു പത്രികയിൽ അയാളും ലേഖനയുണ്ട്. മുസ്ലിമീങ്ങളായ ഞങ്ങളുടെ ഓരോ രാജ്യത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ 3 പള്ളികൾ അല്ലെങ്കിൽ അതിനെക്കാണ്ടി 6 പള്ളികൾ പ്രവർത്തനത്തിൽ ഉണ്ട്. ഈ പള്ളി കേന്ദ്രിതമായിട്ട് നമുക്ക് നല്ല അച്ചുകെട്ടായ സിലബസുകൾ വെച്ചിട്ട് ഏത് രൂപത്തിൽ ഞങ്ങളുടെ മക്ക മെറ്റീരിയൽ എഡ്യൂക്കേഷൻ അഥവാ ലൗകിക ശിക്ഷണങ്ങൾ എങ്ങനെ പഠിക്കുക, അതുപോലെ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ധാർമ്മികമായ മൗലികമായ ശിക്ഷണ പടയോടെ വലിയൊരു ആലോചന ഉദിച്ചു വന്നത് 20 വയസ്സിലെ ഒരു ബാലക്കാർ ആയിവരെ തലയിലേക്ക്. അയാൾ അന്ന് ഈ അൽബയാൻ പത്രികയിൽ ചെറിയ ഒരു ആർട്ടിക്കൽ എഴുതിയപ്പ അന്ന് ജീവിച്ചിരുന്നതിന്റെ വലിയ ആയിമീന ചിന്തിച്ചാൽ നല്ലൊരു കോൺസെപ്റ്റ്, നല്ലൊരു അധ്യയനാത്മകമായ ഒരു ഭാഗമായിട്ട് ഈ ഭാഗ എഴുതിയതായ ആരിവിടെ വിളിച്ചിട്ട് അയാളെ കയ്യിൽ ഉദിക്കുന്നതായ ആശയങ്ങൾ എന്തേ ചെന്നിട്ട് കൂലങ്കുഷമായിട്ട് പഠിക്കണോ ചെന്ന് നിർണയാക്കിയാൽ അന്ന് ജീവിച്ചിട്ട് മലപോലോത്ത പർവ്വത സമാനമായ ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ വിളിച്ച ആരാണ്? അത് കാസർഗോഡ് ജില്ലയിലെ തിക്കരിപ്പൂർ ചണ്ടകത്തിന്റെ പക്കത്തിൽ ഉടുമ്പുതല ചണ്ടകത്തെ ഒരു ചെറിയ കുഗ്രാമത്തിൽ ജനിച്ചതിന്റെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ എന്നറിയപ്പെടുന്ന ഒരു മഹാനായിട്ട് പിൽക്കാലത്തിൽ അയാൾ നൂറുൽ ഉലമ എംഎ ഉസ്താദ് എന്നിട്ട് ഒരു പേരിൽ അറിയപ്പെടുന്നു. ആ മഹാന്റെ വിളിച്ചുവരുകയും ആ മഹാന്റെ ആശയപ്രകാരം 1950 ഈ ആലിമീങ്ങൾ എല്ലാവരും ഒട്ടു ചേരിട്ട്
നല്ല അച്ചുകെട്ടായ സിലബസുകൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായം അള്ളാഹുടെയും റസൂലിന്റെയും ഒരിക്കലും മാർക്കോതിയ അങ്ങനെ ദൈനംദിന ബതുക്കു വേണായനത്തെ ഫിഖ്ഹിന്റെ നിയമങ്ങൾ എന്ത്, കർമ്മശാസ്ത്രങ്ങൾ എന്ത്, അങ്ങനെ വിശ്വാസങ്ങൾ, നമ്പിക്കകൾ, അഖീദകൾ എന്ത്, അങ്ങനെ മുസ്ലിമീങ്ങൾക്കും അന്യധർമ്മ ആൾമാർക്കും ഏത് രൂപത്തിൽ ബിഹേവ് ആകണോ, അങ്ങനെ അഖ്ലാഖുകൾ, സ്വഭാവങ്ങൾ എങ്ങനെ വേണോ ചെല്ലത്തെ വലിയ ഒരു അഖീദയും അതുപോലെ അഖ്ലാഖും അതുപോലെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ തിലാവത്തുമായി ബന്ധപ്പെട്ട നല്ല സിലബസുകൾ രൂപീകരണാക്കട. അത് പിൽക്കാലത്തിൽ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ ചെന്നിട്ട് ആ ഇന്ത്യ ലെവലിൽ ഇന്ത്യ 2024 ആവുമ്പോൾ ഇന്ത്യയും വിട്ടിട്ട് ഇന്ത്യയുടെ ക്രോസ് ആയിട്ട് ഗൾഫിലെ പല കൺട്രികളിലും മലേഷ്യത്തിലും ഇന്തോനേഷ്യത്തിലും ഭാരതത്തിലും പല രാഷ്ട്രങ്ങൾ ഇതേ സിലബസ് അനുസരിച്ചിട്ട് ഇന്ത്യ ആയിരക്കണക്കിനുള്ള വിദ്യാർത്ഥിമാർ പഠിച്ചുകൊണ്ടുള്ള ആ വിദ്യാർത്ഥിമാർക്ക് ഇങ്ങനത്തെ ഒരു ശിക്ഷണം കൊടുക്കണോ ചെന്നിട്ട് ആ ശിക്ഷണത്തെ ഒരു കിഴി ഹച്ചിലുണ്ട്. അതിന്റെ ആ ശിക്ഷണത്തിൽ അതിലെ ക്രാന്തിയെ പ്രഥമ പുരുഷയ്ക്ക് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എന്നെ ഉസ്താദ് ചെല്ലത്തെ ആ മഹാൻ 1924 ജൂലൈ 21 കാസർഗോഡ് തികരിപ്പൂർ ചെല്ലത്തെ പക്കത്തിൽ ജനിച്ചു വന്നെ ചെറുതിലെ വലിയ ബുദ്ധിമന്തനായിട്ട് ആ മഹാൻ പിൽക്കാലത്തിൽ ആലോചനയ്ക്ക് മദ്രസത്തിൽ പഠിക്കുന്നതായ മുഅല്ലിമീന ആ മുഅല്ലിമീനോട് എന്തെങ്കിലും ഒരു സംഘർഷങ്ങൾ വരുമ്പോൾ മുഅല്ലിമീന ഒട്ടായിട്ട് സഹകാരാകുകയായിട്ട് ബഹുമാനപ്പെട്ട 1976 മുഅല്ലിം ക്ഷേമനിധി ചെന്നിട്ട് ഒരു വലിയ ഒരു പ്രോസസ് ബഹുമാനപ്പെട്ട ഒരു പ്രോജക്ട് ബഹുമാനപ്പെട്ടവർ തുടങ്ങി. മാത്രമല്ല കാലഘട്ടത്തിൽ അനിവാര്യമായിട്ട് വേണ്ടതൊക്കെ ഓരോ പുതിയ വാദങ്ങൾ, നൂതനവാദങ്ങൾ, സോഷ്യലിസം, കമ്മ്യൂണിസം, അതുപോലെ തന്നെ പഴയ മണ്ടുവാദങ്ങൾ പിടിച്ചു വന്നപ്പോ അതിനെ ಬಗ್ಗೆ കൂലംകുഷമായിട്ട് ഘട്ടഘട്ടം രചിച്ച് അതിനെ ಬಗ್ಗೆ പഠിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഇന്ത്യയിലും ലോകത്തിൽ വ്യാപകമായിട്ട് തബ്ലീഗ് ജമാഅത്ത് ചെന്നതായ ഒരു പുതിയ പ്രസ്ഥാനം, മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ പ്രസ്ഥാനം വന്നപ്പോ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എന്നെ ഉസ്താദ് ചെന്ന മഹാൻ സുദീർഘമായിട്ട് എന്തോ തുടങ്ങി അങ്ങനെ ഡീപ്പായിട്ട് സ്റ്റഡിയാക്ക് അങ്ങനെ എഴുതിയതായ കിതാബുകൾ എടുത്തോണ്ട് പുറപ്പാട്ട് സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട എന്നെ ഉസ്താദ് എഴുതിയതായ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു അറബി കിതാബ് തുർക്കിയിലാണ് പബ്ലിഷ് ആവുന്നത്. പ്രഥമ എഡിഷൻ, രണ്ടാമത്തെ എഡിഷനും തുർക്കിയിൽ വെച്ചിട്ട് പബ്ലിഷ് ആവും. ലോകത്തുള്ള എല്ലാ ആലിമീൻ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ നിരന്തരമായിട്ട് ലെറ്ററുകളുണ്ട്, ലോകത്തുള്ള ആലിമീങ്ങൾ ലെറ്ററുകൾ, നല്ല സന്ദേശങ്ങളുണ്ട്. നല്ല ഒരു അധ്യയനാത്മക കൃതിയായിട്ട് എഴുതി ഇങ്ങനെ 25ഓളം കൃതികൾ എഴുതിയതിനകത്ത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എന്നെ ഉസ്താദ് എന്ന ആ മഹാൻ പുരുഷ, ആ മഹാനായ നൂറുൽ ഉലമാ ഉസ്താദ് സ്ഥാപിച്ചതായ പിന്നെ 55 വർഷത്തിൽ മുതൽ ഈ സമുദായം നമുക്ക് ശിക്ഷണത്തിൽ നിന്ന് വഞ്ചിതരാവുകയാണ്. അനാഥ മക്ക, ബാപ്പയില്ലാത്ത മക്ക, ബാപ്പ ഇന്നിട്ടും ബാപ്പ ഇല്ലാത്തതുപോലെ കടുപടത്തരത്തിൽ ജീവിക്കുന്ന മക്ക, ഈ രായത്തിൽ ഉള്ളതായ പാവത്തങ്ങളെ മക്ക ശിക്ഷണത്തിൽ നിന്ന് വഞ്ചിതരാവുകയാണ്. വലിയ കനസുകളുടെ മഹാൻ 55 വർഷത്തിൽ മുതൽ തുടങ്ങി വെച്ചതായ ഒരു സ്ഥാപനയാണ് ജാമിയ സഅദിയ അറബിയയുടെ കാസർഗോഡ് ദേവീചുള്ള പക്കത്തിൽ. ഈ സ്ഥാപനത്തെ പേരോട് വലിയ ഉമറാ നേതാവിനെ പ്രാതിനിധ്യവും അത് നമുക്ക് മാർക്കോതിയ ഒരു ആയിരങ്ങളെ കൊണ്ടിട്ട് എന്തു പിന്നെ ഒരു ആയിരങ്ങളെ കൊണ്ടിട്ട് അഴിമ പഠിപ്പാടായി ചെന്നു കൊടുക്കുക. പക്ഷേ അതിന് വലിയ ബാക്ക് സപ്പോർട്ട്, ആർത്ഥികമായ അതിന് വലിയ പിന്നലുമായിട്ട് നിൽക്കണായത് ഈ രായത്തെ ശ്രീമന്തവർക്ക, ഈ രായത്തെ ഉമറാ നേതാക്കന്മാരായിട്ടുള്ളത് കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി ജലന്റെ കാസർഗോഡ് വലിയ ഉമറാ നേതാവ്, വലിയൊരു അഗർഭ ശ്രീമന്ത. അയാളെ 4 ഏക്കർ പക്ക അയാൾ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ ഉസ്താദിന് ഹാൻഡ് ഓവർ ആണ്. ഉസ്താദിന് തുടങ്ങും സ്വന്തം അയാളെ തറവാട് അയാളെ തായാക ആ ഔത്തിൽ വെച്ചിട്ടാണ് ഫസ്റ്റിലായിട്ട് ജാമിയ സഅദിയ ഒരു സൗഖ്യം തുടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ് ഇന്ന് പോയി നോക്കൂ ആ കല്ലട്ട അബ്ദുൽ ഖാദർ ഹാജി എന്തൊരു ഭാഗ്യവന്തനായിട്ട് ജാമിയ സഅദിയയുടെ 55 വർഷമാകുമ്പോൾ 55ഓളം സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. 7000ഓളം വിദ്യാർത്ഥിമാർ ഇന്ത്യയുടെ സ്റ്റേയായിട്ട് പഠിച്ചുകൊണ്ടുള്ള, മാത്രമല്ല 25,000 വിദ്യാർത്ഥിമാർ പൂർവ്വ വിദ്യാർത്ഥിമാർ അഥവാ പഠിച്ചു
പഠിച്ചുപോയ എത്രയോ സ്റ്റുഡന്റുമാരുള്ള ഇതേ കർണാടകത്തിൽ 1000 മണ്ഡലമായ പള്ളികളിൽ 1000 മണ്ഡലമായ സൈദി വിദ്വാൻസമാർ, സൈദി എന്ന ടൈറ്റിൽ എടുത്ത വിദ്വാൻസമാർ ഇവിടെ നാടു സൈദി എഴുതിയത്, ഇവിടെ സദുസ്താദ് സൈദി എഴുതിയത്, ഇവിടെ ഉള്ള 2 മാലിന്യങ്ങൾ സൈദി എഴുതിയത്. പരിസരത്തെ പള്ളികൾ പോയിട്ട് നോക്കൂ, പരിസരത്തുള്ള പരിപകേന്ദ്രിതമായിട്ടുള്ള പരിസരത്തുള്ള പള്ളിയിൽ ഓണഞ്ചോളം സൈദി ഉസ്താദ്മാർ, ഖതീബുമാരായിട്ടും മുദരിസ്മാരായിട്ടും മാലിന്യങ്ങളായിട്ടും സദുസ്താദ്മാരായിട്ടും സേവനത്തിലുള്ള ഇവരെ എല്ലാവരും ഒരു വലിയ ഒരു യോഗി, വലിയ ഒരു മഹാൻ പുരുഷനെ വലിയ അസംനിഷ്ടമായ ഒരു ശ്രമമുണ്ട്. അതായത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ. ആ നൂറുൽ ഉലമ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി 4 ഏക്കർ പക്ക കൊടുത്തത് അൽഹംദുലില്ലാ ഇന്ന് 100ഓളം ഏക്കറായിട്ട് വലിയൊരു യൂണിവേഴ്സിറ്റി ലെവലിൽ എത്തി. അവിടെ എല്ലാവിധ കോളേജുകളുണ്ട്. കേവല ശരീരത്ത് കോളേജ് മാത്രമല്ല, പെണ്ണുമക്കൾ പഠിക്കുന്ന മനാത്തുകളുണ്ട്, സയൻസ് കോളേജുണ്ട്, ആർട്സ് കോളേജുണ്ട്, ലോ കോളേജ് തുടങ്ങുമ്പോഴുണ്ട്. വലിയ കാസർഗോഡ് പരിസരത്തിൽ എവിടെയും ഇല്ലാത്തതിന്റെ 3000-ൽ മേൽ പഠിക്കുന്നതായ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ പ്രവർത്തനമാക്കിക്കൊണ്ടുണ്ട്. ഇങ്ങനെ ചെന്ന് തീർക്കാത്തത് 1000-ൽ മേൽ യതീമിനെ പഠിച്ചതായ യതീം ഖാൻ അവിടെയുണ്ട്. അതേപോലെ മിസ്കീന്മാർ പഠിക്കുന്നതായ വലിയൊരു അനാഥ മന്ദിരമുണ്ട്. അതുപോലെ ഹാഫിളിനെ പഠിക്കുന്നതിന്റെ വലിയൊരു സമുച്ചയമുണ്ട്. ഇങ്ങനെ 55ഓളം സ്ഥാപനങ്ങൾ നടുവിൽ ഒരു രാജാവിനെ പോലെ ഒരു ഉമറ നേതാവ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പരിസരം ചുറ്റി നോക്കൂ, അത് സാരിയത്തുള്ള ഒരു ഉമറ നേതാവ് മാത്രമായിട്ട് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയുടെ ആ നല്ല ഒരു വ്യക്തിയുടെ ആശയം, ആ നല്ല ഒരു വ്യക്തിയുടെ കനസു ഇന്ന് നോക്കൂ. എത്രയോ മുതാലിമീന, എത്രയോ ആത്മാർ, ആയിരക്കണക്കുള്ള ആത്മാർ അയാൾ ഖബറിനെ വന്നിട്ട് വേർന്നോട്ടുള്ള അയാൾ പഠിച്ച വാക്യം ചില്ലറ വാക്യമല്ല, കേവലം 4 ഏക്കർ ഇനീഷ്യലായിട്ട് കൊടുത്തത് ഇന്ന് വലിയൊരു സമുച്ചയമായിട്ട് പരിവർത്തനയ്ക്ക് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയും ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് ഒട്ടിയെ അവിടെ സമീപത്തിലേക്ക് കടന്നാൽ ആ സമുച്ചയ കർണാടകത്തെ ഭാഗത്ത് വലിയൊരു അഭയ കേന്ദ്രമായിട്ട് 55 വർഷത്തിൽ എത്രയോ കർണാടകത്തെ എത്രയോ വിദ്യാർത്ഥിമാർ പഠിച്ചു വന്ന എത്രയോ കുടുംബങ്ങൾ ലാഭമെടുത്ത ഇങ്ങനത്തെ ഒരുപാട് സമുച്ചയങ്ങൾ ആലിമീങ്ങളെ മുറാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇനിയും വളർന്നു ഞങ്ങളുടെ പരിസരത്തുള്ള ഒരുപാട് സമുച്ചയങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നിരന്തരമായ സാധുകൾ സഹകാരങ്ങൾ വരും. കാരണം ഈ 55 വർഷത്തിൽ പഠിച്ച വിദ്യാർത്ഥിമാർ ഞങ്ങൾക്ക് ശിക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സമുദായത്താണുക ചിലപ്പോൾ ഡ്രഗ്സുക അല്ലെങ്കിൽ അഫീമുക അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുകളോട് പോയിട്ട് അങ്ങനെ ജീവനത്തെ ഭാരുടെ വകുപ്പിനെ ദുസ്തരമാക്കുന്ന പരിസ്ഥിതി. ഇങ്ങനത്തെ നല്ല നല്ല സ്ഥാപനങ്ങൾ അങ്ങ് നല്ലൊരു ദീനിന്റെ അങ്ങ് ദുനിയാവ് നല്ല വെളിച്ചങ്ങൾക്ക് കൊടുത്തുള്ളത് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും സ്ഥാപനമാർ കലക്ഷൻ വരുമ്പോ ഒരിക്കലും മുഖചിത്തായി പോകണ്ട. ഉള്ളത് 10 രൂപമാ, ഉള്ളത് 1 രൂപ കൊടുത്തോളൂ. കാരണം ഒരു യതീം തിന്ന വചനമാണ്, ഒരു പാവത്തോട് തിന്ന വചനമാണ്, ഒരു മിസ്കീൻ തിന്ന വചനമാണ്. നിങ്ങൾ നോക്കൂ, 600 സ്റ്റാഫുകൾ ആ 600 സ്റ്റാഫുകൾ എത്ര ശമ്പളം കൊടുക്കണം? ഒരു തിങ്കളാകുമ്പോ ഏകദേശം 2.5 കോടി രൂപ ആ പൈസ സൈന്യത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ 600ഓളം സ്റ്റാഫുകൾ അവിടെ പഠിപ്പാക്കാറുണ്ടെങ്കിൽ 1000-ൽ മേൽ 7000-ൽ മേൽ വിദ്യാർത്ഥിമാർ പഠിക്കാറുണ്ടെങ്കിൽ ഇതിലെ എല്ലാത്ത പേരും ഭൂമിയുടെ സഹകാരമാണ്. ആരെയും ഇൻസൾട്ട് ആക്കാണ്ട് കോടിയാക്കാണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് ഹോഷാരമായിട്ട് ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ എപ്പോഴും സഹകാരമാക്കണം. ഇതിക്ക് മുതൽ സഹകാരാക്കിയ ഞങ്ങളുടെ ജമാഅത്തെ ഹിഫ്ദുൽ ഖുർആനുണ്ട്, സിറത്തുൽ ഖുർആനുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ മുജാഹിദീൻ പഠിച്ചിട്ടുള്ള ഒരുപാട് ഞങ്ങളെ ദീർഘമായ ഈ രാജ്യത്തെ വലിയൊരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ട വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി പാട്ടി തരുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം പാവത്തവും സഹായിക്കും, പാവത്തവും വേണമായിട്ട് ജീവിക്കും. അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. മുഹിബ്ബുൽ ഫുഖാഇ വൽ മസാകീൻ, പാവത്തങ്ങളെ പിസവിച്ചിട്ട് സ്വർഗ്ഗത്തിൽ എത്തുമ്പോൾ പാവത്തങ്ങളെ പിസയാണ് താക്കോലായിട്ട് വേണ്ടേ. ആ താക്കോൽ ഓപ്പൺ ആയിട്ട് സ്വർഗ്ഗത്തിൽ കടക്കാനത്തെ നല്ല മുഅ്മിനീങ്ങൾ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജാമിഅ സാനിയത്തെ അവിടുത്തെ ഭാവങ്ങളായ മക്കൂകളായിട്ട്
ഹരിസംഗ്രഹ അൽഹംദുലില്ലാഹ് പരിസരത്തുള്ള ഒരേ മുഅ്മിനീങ്ങൾ തന്ന ആവുന്ന എല്ലാ മുഅ്മിനീങ്ങൾ 10 കിലോ 5 കിലോ 5 കിലോ അല്ലെങ്കിൽ 25 കിലോ എത്രയാവുന്ന അത്ര എല്ലാവരും ഇൻഷാ അല്ലാഹ് പരസ്പര സഹകരണമാക്കിയിട്ട് നമുക്ക് പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തെ വിശ്വസിച്ചതിന്റെ കൂലി അത് മുഖാന്തരം ലഭിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റബ്ബത്തിൽ നമുക്ക് എല്ലാവർക്കും സഹകരണം തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഗുരുവുമായി ഉസ്താദ് ഒട്ടുമുനാട് സുഗരവും സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ നബി മുസ്തഫ ഹബീബില്ലാഹി സയ്യിദനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم.